Hello everyone, Assalamu alaikum. Welcome to our channel Ummante Ruchikoottu. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഹോം മെയ്ഡ് ചിക്കൻ പിസ്സ. പിസ്സ തയ്യാറാക്കാനായി ആദ്യം ഒരു പാത്രത്തിൽ 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുക. എന്നതിന് ശേഷം 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കണം. ശേഷം നമ്മൾ ഇതിലേക്ക് ഇളം ചൂടുള്ള നല്ല വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് അടച്ചു വെച്ചതിന് ശേഷം 10 മിനിറ്റ് പുളിക്കാനായി മാറ്റിവെക്കുക. ഇനി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ചേർക്കുക. എന്നതിന് ശേഷം അതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പുളിച്ച ഈസ്റ്റ് നമ്മൾ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അല്പാൽപ്പം വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ മാവ് നന്നായി കുഴച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കണം. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂർ മാറ്റി വെക്കണം. ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്ന് സെറ്റ് ആയിട്ട് കാണാം. ഇനി നമുക്ക് പിസ്സയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം പരിചയപ്പെടാം. ആവശ്യമായ സാധനങ്ങൾ നമ്മളിവിടെ മാവ് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് ഉള്ളി ചെറുതായി അരിഞ്ഞത്, തക്കാളി വട്ടത്തിൽ ചെറുതായി അരിഞ്ഞത്, ടൊമാറ്റോ സോസ്, മൊസറല്ല ചീസ്, സാദാ ചീസും, ചില്ലി ഫ്ലേക്സ് 2 ടേബിൾ സ്പൂൺ, ബോൺലെസ് ചിക്കൻ 100 ഗ്രാം ഫ്രൈ ചെയ്ത് വെച്ചത്, 1/2 കപ്പ് ക്യാബേജ്, 1/2 കപ്പ് ക്യാപ്സിക്കം. ഇനി നമുക്ക് ബേസ് തയ്യാറാക്കാനായി നമുക്ക് ഈ മൈദ മാവ് നന്നായിട്ട് പരത്തിയെടുക്കാം. മാവ് നമ്മള് റൗണ്ട് ആയിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് മാറ്റി വെക്കണം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഇനി നമ്മൾ ഈ പരത്തി വെച്ച മാവ് ഈ പാനിനകത്തേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെന്ററൊക്കെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. ഇനി ബാക്കിയുള്ള എല്ലാ വശങ്ങളും ഒരു ഷേപ്പാക്കി മാറ്റുക. കൈ വെച്ച് നന്നായി പ്രസ് ചെയ്തതിന് ശേഷം ഇപ്പൊ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ചേർക്കാം. ഇതിലേക്ക് ടൊമാറ്റോ സോസ് എല്ലാ വശത്തും അകത്തക്കവണ്ണം ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് അരിഞ്ഞു വെച്ച ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് ചെറുതായി അരിഞ്ഞ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ചീസ് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിന്റെ മുകളിൽ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് മൊസറല്ല ചീസും കൂടി ഡ്രെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം റൗണ്ടായി അരിഞ്ഞ തക്കാളിയും കൂടി നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് ലാസ്റ്റ് ആയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റവ് കത്തിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു പാത്രം സ്റ്റീൽ പ്ലേറ്റ് വെച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ഇതിന്റെ മുകളിൽ നമുക്ക് പിസന്റെ പാൻ വെച്ചു കൊടുക്കാം. ഇത് മൂടത്തക്കവണ്ണം ഒരു വലിയ പാത്രം കൊണ്ട് അടച്ചു വെക്കാം. ഇതൊരു 25 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ വശം നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പിസ്സ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക, ലൈക്കും ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.